നിങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാ. കുടുംബം എന്നതാണ് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയണേ? കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് കുടുംബം. എന്താണ് കുടുംബം? ദൈവത്തിൻ്റെ ആഴമായ സ്നേഹം അനുഭവിച്ചറിയാൻ ദൈവം മനുഷ്യന് നൽകുന്ന കൂട്ടായ്മയാണ് കുടുംബം. കുടുംബത്തിൻ്റെ ആ വസ്തുതയെ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് കുടുംബം. വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് കുടുംബം. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, ഇത് ആഴമേറിയ ഒരു വലിയ ബന്ധമാണ് പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ മറ്റൊരു ചോദ്യം: എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ മിശിഹ വിവാഹം എന്ന കൂദാശ ആശീർവദിച്ചത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി? പെട്ടെന്ന് പറഞ്ഞേച്ചു പോവാൻ നമ്മുടെ സമയം തരും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, വിവാഹം എന്ന കൂദാശ കർത്താവ് ഈശോ മിശിഹ ആശീർവദിച്ചത് ഭൂമിയിൽ സ്വർഗം കെട്ടിപ്പടുക്കാനാണ്. ഓരോ കുടുംബമെന്ന് പറയുന്നത് ഒരു സ്വർഗരാജ്യത്തിൻ്റെ പതിപ്പായിട്ട് മാറണം. ഇനി സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നതുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പേടിച്ചിരിക്കണം, പറഞ്ഞു. എന്താ? ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുടുംബമെന്ന് പറയുമ്പോൾ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കാനായി ഈശോ മിശിഹ കുടുംബത്തെ സ്ഥാപിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോ കുടുംബവും സ്വർഗരാജ്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവിടെ നീതി ഉണ്ടായിരിക്കണം, സമാധാനമുണ്ടായിരിക്കണം, ശാന്തി ഉണ്ടായിരിക്കണം. എല്ലാറ്റിലും ഉപരി പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ആനന്ദം കുടുംബത്തിൽ നിറയണം. മറ്റൊരു വ്യക്തി എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കുടുംബത്തെ നോക്കിയിട്ട് പറയണം: ഇത് സന്തോഷത്തിൻ്റെ ഭവനമാണ്, ഇത് നീതിയുടെ ഭവനമാണ്, ഇത് സമാധാനത്തിൻ്റെ ഭവനമാണ്. നമ്മുടെ ഭവനത്തിലേക്ക് കയറി വരുന്ന വ്യക്തികൾക്ക് ആഴമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും ലഭിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിലയുണ്ട്. ദൈവത്തിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ നമ്മൾ ഓർക്കുക, നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റണം. ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയാണ് വിവാഹം. അത് നമ്മൾ മനസ്സിലാക്കണം. വിവാഹം എന്ന കുദാശയില്ലെങ്കിൽ മറ്റൊരു കുദാശയുമില്ല. ഈ കുദാശയിലൂടെയാണ് മറ്റു കുദാശകളെല്ലാം ആരംഭിക്കുന്നത്. അദൃശ്യമായിരിക്കുന്ന ദൈവവര പ്രസാദത്തെ ദൃശ്യമാക്കി തരുന്ന അടയാളമാണല്ലോ കൂദാശ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധരുണ്ടാകുക. തിരുസഭയ്ക്ക് വിശുദ്ധരെ കിട്ടേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഒരു അൽഫോൻസാമ നമ്മുടെ ഭാരതസഭയ്ക്ക് ഉണ്ടായെങ്കിൽ ഇത് കുടുംബത്തിൽ നിന്ന് കടന്നു വന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഒരു വിശുദ്ധനുണ്ടാകണം, ഒരു വിശുദ്ധയുണ്ടാകണം. ആയിരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹമാണ്. ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് കുര്യാളശ്ശേരി തൊമ്മമെത്രാനാണ്, ആദ്യത്തെ ചങ്ങനാശ്ശേരിയിലെ നാട്ടുമെത്രാൻ. ഈ പിതാവ് ദൈവസന്നദ്ധിയിൽ തിരുമണിക്കൂറുകൾ ചെലവഴിച്ച്, ദൈവമേ, നിന്നെ ആരാധിക്കുന്ന ഒരു ഗണത്തെ ഈ ഭൂമിയിൽ എനിക്ക് വാർത്തെടുക്കണം. പിതാവിൻ്റെ ഉള്ളിലെ അഭിഷേകം പ്രാർത്ഥനയായിരുന്നത്. ആ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ സ്വീകരിച്ചതാണ് ഇന്ന് ഭൂമിയിൽ ദൈവത്തെ സദാസമയം ആരാധിക്കുന്ന മാലാഖമാരുടെ ഗണത്തോട് ചേർത്തുകൊണ്ട് ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സഭ. അപ്പോൾ ഈ സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന വിശുദ്ധരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ കൂട്ടായ്മയാണത്. അപ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഇതിനായിട്ട് പ്രാർത്ഥിക്കട്ടെ: ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്നൊരു വിശുദ്ധൻ ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിൽ നിന്നൊരു വിശുദ്ധയുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയാണ് വിവാഹം എന്ന കുദാശ. ഈ കുദാശ വിശുദ്ധരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ വിശുദ്ധരുണ്ടാകണം, എൻ്റെ കുടുംബത്തിൽ സ്വർഗീയ അനുഭവം നിറയണം, സ്വർഗരാജ്യത്തിൻ്റെ പതിപ്പായിട്ട് എൻ്റെ കുടുംബം മാറണം. വിവാഹം
വി എന്ന് പറഞ്ഞാൽ വിശുദ്ധം, വാഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക. വിശുദ്ധമായതിനെ വഹിക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും ഈ കുടുംബത്തിൽ ആയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ കുറവുകളോ ഭാര്യയുടെ കുറവുകളോ കാണും. ആ കുറവുകളെല്ലാം ഒരു ജീവിത പങ്കാളിക്ക് കുറവുകളുണ്ടെങ്കിൽ ഭർത്താവ് വിചാരിക്കുന്ന അവിടെ കുറവുകൾ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം അവിടെ ഉണ്ടാകുന്നു. ഭാര്യ വിചാരിക്കുന്ന ഭർത്താവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധമായതിനെ നിങ്ങൾ വഹിക്കുകയാണ്. സഭയിൽ, സമൂഹത്തിൽ, ലോകത്തിൽ വിശുദ്ധമായതിനെ വഹിക്കാൻ വേണ്ടി ദൈവം ചേർത്തുവെച്ചതാണ് സ്ത്രീയെയും പുരുഷനെയും ഈശോ ആശീർവദിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബത്തിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. ഇനിയും എന്തിനു വേണ്ടി ഈ കൂദാശ ഈശോ സ്ഥാപിച്ചു എന്ന് നമ്മളും കണ്ടു. ഭൂമിയിൽ സ്വർഗം കെട്ടിപ്പടുക്കുവാൻ, സ്വർഗരാജ്യ അനുഭവം ഭൂമിയിൽ തീർക്കുവാൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യ അനുഭവത്തിൻ്റെ ആ പതിപ്പ് കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ മിശിഹ വിവാഹം എന്ന കൂദാശ ആശീർവദിച്ചത്. ഇനി നമ്മുടെ കുടുംബം സ്വർഗമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏതാനും തിരുവചനങ്ങൾ ഈശോ നമുക്ക് നൽകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇതിൽ തന്നെ 2-3 കാര്യങ്ങൾ നമ്മെ ഈശോ പഠിപ്പിക്കുകയാണ്. ഇതെൻ്റെ ഭാര്യ, ഇതെനിക്ക് ഏറ്റവും ചേർന്നതാണ്, ഇതെനിക്ക് ദൈവം തന്നതാണ്, ഇത് എനിക്ക് ഏറ്റവും ചേർന്നത് തന്നെയാണ്. ഇതല്ലാതെ മറ്റൊരു വ്യക്തിയെ ഈ ദൈവത്തിന് എനിക്ക് തരാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ നോക്കിയിട്ട് പറയണം, നീ അല്ലാതെ മറ്റൊരു വ്യക്തിയെ എനിക്ക് ദൈവത്തിന് തരാനില്ലായിരുന്നു, നീ എനിക്ക് ഏറ്റവും ചേർന്നതാണ്. അങ്ങനെ പറയാറുണ്ടോ? പറയണം. ഭാര്യ ഭർത്താവിനെ നോക്കി പറയണം, ഭർത്താവ് ഭാര്യയെ നോക്കി പറയണം. അപ്പോഴാണ് കുടുംബം സ്വർഗമായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം ചേർത്തു വെച്ച്, അല്ലെങ്കിൽ ദൈവം എനിക്കായി തന്ന ഈ ജീവിത പങ്കാളി, ഇത് ദൈവം തന്നതാണ്. ദൈവം തന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം തരുന്നതെല്ലാം നന്മയ്ക്കായിട്ടേ തരികയുള്ളൂ. നന്മയായിട്ടുള്ളതാണ് ദൈവം എനിക്ക് ചേർത്ത് വെച്ച് തന്നത്. അപ്പോൾ പങ്കാളി, ജീവിത പങ്കാളി നന്മ മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നതെന്നും നന്മ മാത്രമാണ് ഞാൻ അവൾക്ക് കൊടുക്കേണ്ടതെന്നും ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഇനി ഇതല്ലാതെ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. എന്താണ്? ഈ വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തി എനിക്ക് തരാൻ ഈശോയ്ക്ക് പറ്റിയില്ലേ, ദൈവത്തിന് പറ്റിയില്ലേ? ഞാൻ എത്ര പേരെ കണ്ടതാ, അവസാനമാണ് ഇതിനെ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബം നരകമായിട്ട് മാറുകയാണ്. തിരുക്കുടുംബം തീക്കുടുംബമായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ സ്വർഗം തകർന്നു വീഴുക. കാരണം ചിന്തകൾ മാറിപ്പോയി. പിശാച് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞു. പിശാച് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബം നരകമായിട്ട് മാറുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് തന്നെ നിൽക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ചേരാത്ത ഒരു ചോദ്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. പ്രഭാഷകന്റെ പുസ്തകം 39-17 തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് സൃഷ്ടിക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുകയത്. ഒരിക്കലും ഒരു സൃഷ്ടി ദൈവസന്നദ്ധിയിലേക്ക് നോക്കിക്കൊണ്ട് എന്തുകൊണ്ടിങ്ങനെ എനിക്ക് തരുന്നു ചോദ്യം ചെയ്യാൻ പാടില്ല. സൃഷ്ടാവിനെ ചോദ്യം ചെയ്യാൻ സൃഷ്ടിക്ക് അവകാശമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ ദൈവം തന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവസന്നദ്ധിയിലേക്ക് എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത പങ്കാളിയെയും സമർപ്പിച്ച് നന്ദി പറയണം. അതിലൂടെ എൻ്റെ കുടുംബം സ്വർഗമായിട്ട് മാറണം. 2-ാമത്തെ വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5-6. ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുന്നു, അവർ ഇരുവരും ഏക ശരീരമായി തീരും. പിന്നീട് അവർ രണ്ടല്ല, ഒന്നാണ്. ഒറ്റ ശരീരമാണ്. അതായത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. 2 സ്വഭാവം ഒന്നായിട്ട് മാറുന്നു. ഒരേ മനസ്സോടെ, ഒരേ ബോധ്യത്തോടെ പരസ്പരം ലയിച്ച് ഇല്ലാതാകുന്ന ഒരവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകണം. അതായത് ഉന്നതമായൊരു ചിന്ത എനിക്കുണ്ടാകണം. എന്താണ്? എനിക്ക് അവളെ ഉയർത്തണം, അല്ലെ എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ഉയർത്തണം. എൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട്, ഞാൻ താന്നുകൊണ്ട് അവരനെ ഞാൻ ഉയർത്തണം. അവിടെയാണ് സ്വയം ശൂന്യമാക്കൽ കടന്നു വരിക. പ്രിയപ്പെട്ട മക്കളെ, സ്വയം താഴാൻ തയ്യാറാകുമ്പോഴാണ് കുടുംബം സ്വർഗമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 2-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കേണ്ടത്. ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഒരേ സ്നേഹത്തിൽ വർത്തിച്ച്, ഒരേ ആത്മാവും ഒരേ ഹൃദയവുമുള്ളവരായി എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവേൻ. ഹല്ലേലൂയ. മത്സരമോ വ്യർത്ഥ അഭിമാനമോ ഒന്നും പാടില്ല. നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ടും പാടില്ല. താഴ്മയോടെ നിൽക്കുവേൻ, മറ്റുള്ളവരെ നിങ്ങൾ ഉയർത്തുവേൻ. ഇതാണ് ആ തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുമ്പോൾ യഥാർത്ഥ ദൈവരാജ്യ അനുഭവം എൻ്റെ കുടുംബത്തിൽ നിറയുകയാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യമല്ല, അവരെൻ്റെ താല്പര്യം നോക്കി അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ രണ്ടല്ല, ഒന്നാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, കടബാധ്യതകളുണ്ടാകും, മരണങ്ങളുണ്ടാകും, ഒരുപാട് വേദനകൾ എൻ്റെ കുടുംബത്തിലുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അത് മറ്റൊന്നായിട്ട് കാണാതെ ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ ഏത് പ്രശ്നത്തെയും നേരിടാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. എന്താണ് വചനം? അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതവും പരിശുദ്ധവുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവസാനത്തുള്ളി രക്തം വരെ ചിന്തി സഭയെ സ്നേഹിച്ച ഈശോയുടെ ആ വലിയ സ്നേഹമാണ് ഓരോ വ്യക്തിക്കും, അതായത് ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഭർത്താവ് ഒരു ഭാര്യ പരസ്പരം സ്നേഹിച്ച്, അതായത് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, അവസാനത്തുള്ളി രക്തം വരെ കൊടുക്കാൻ, അവസാനത്തുള്ളി നിമിഷം വരെ തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കുടുംബം സ്വർഗീയ അനുഭവത്താൽ നിറയുന്നു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു മകൻ വന്ന് സംസാരിക്കുകയുണ്ടായി. എന്നെ ആർക്കും വേണ്ട, എൻ്റെ കുടുംബത്തിന് വേണ്ട, എൻ്റെ ദേശത്തിന് വേണ്ട. മക്കളെ, അങ്ങനെയൊരു അവഗണന ഒരിക്കലും ഒരു വ്യക്തിയെ അനുഭവിക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇടവരരുത്. എല്ലാവരെയും തുല്യമായിട്ട് കാണുവാനും, എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കാനും, എല്ലാവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കാനും ഒരു ക്രിസ്ത്യാനിക്ക് സാധിച്ചിരിക്കണം. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിച്ചാൽ അതിൽ എന്ത് മേന്മയാണുള്ളത്? വിജാതീയരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കള്, അവർക്ക് ഏത് കഴിവ് കുറവാണെങ്കിലും, ഏത് തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതിനെ സ്വന്തമായിട്ട് കാണുവാൻ, എൻ്റെ മകനാണിവൻ, എൻ്റെ മകളാണ്, എന്നെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ എനിക്ക് സാധിക്കണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, ഈ ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളും ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവും നീതിയും സമാധാനവും നിറങ്ങി നിൽക്കുന്ന ഭവനങ്ങളായിട്ട് മാറുക. അപ്പോൾ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി സ്നേഹിച്ച് കർത്താവ് സഭയെ പടുത്തുയർത്തിയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം കൊടുക്കാൻ തയ്യാറാകണം, സമർപ്പിക്കാൻ തയ്യാറാകണം, കൊടുക്കാൻ തയ്യാറാകണം. സമർപ്പണവും കൊടുക്കലും കുടുംബത്തിലുണ്ടായി സ്വയം ഇല്ലാതാകുക, പൂർണ്ണമായി കൊടുക്കുക. മുറിയാൻ തയ്യാറാകണം, കൊടുക്കാൻ തയ്യാറാകണം,
പങ്കുവയ്ക്കാൻ തയ്യാറാകണം. അപ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് മാറും. വീണ്ടും കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-17 തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി നിറയണം, ദൈവത്തിൻ്റെ വിശുദ്ധി നിറയണം. അവനെ നോക്കിയവർ പ്രകാശിതരായി. ആ വിശുദ്ധിയും പരിശുദ്ധിയും കുടുംബത്തിലെ വ്യക്തികളിൽ നിറഞ്ഞു കഴിയുമ്പോൾ കുടുംബ സ്വർഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മ പ്രവർത്തിക്കാൻ പറ്റില്ല. ഉള്ളിൽ അഭിഷേകത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കുടുംബത്തിനോ മറ്റൊരു കുടുംബത്തിനോ തിന്മ ചെയ്യാൻ പറ്റില്ല. ജെറമ്യ പ്രവചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്: വിലകെട്ടവ് പറയാതെ സത്വചനങ്ങൾ കൊണ്ട് നാവിനെ നിറയ്ക്കണം. നമ്മുടെ അധരങ്ങൾ ശുദ്ധിയുള്ളതായിരിക്കണം. അധരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിറയണം. അധരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നിറഞ്ഞ വചന അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ കുടുംബം അഭിഷേകമായിട്ട് മാറുകയാണ്. നീ ചെയ്യുന്ന ഓരോ ജോലിയും അഭിഷേകമായിട്ട് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ഈ സ്വന്തം അല്ലെങ്കിൽ ഈ പരിശുദ്ധി അല്ലെങ്കിൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് വിവാഹം ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വെഞ്ചരിച്ച അല്ലെങ്കിൽ വാഴ്ത്തിയ ഒരു മോതിരം വൈദികന്. ആരായിട്ട് തരുന്ന? വൈദികരനാണോ അതോ ജീവിത പങ്കാളിയാണോ? ആരായിട്ട് തന്നെ? ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കയ്യിലെ മോതിരമൊക്കെ വല്ലപ്പോഴും ഒന്ന് നോക്കണം. എൻ്റെ കല്യാണ ദിവസം എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി എൻ്റെ കയ്യിലിട്ട് നിന്ന ആ മോതിരം എന്തിയേ? എൻ്റെ മന്ത്രകോടി എന്തിയേ? ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ പരിശുദ്ധി വിളിച്ചറിയിക്കുന്നതാണ്. അപ്പോൾ ഈ മുദ്രമോതിരം കാണണം. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് കാണുക. ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി, എൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഞാൻ ചേർത്ത് വച്ചിട്ടുള്ള ആ ഉടമ്പടി, അതിനൊരിക്കലും ഒരു കുറവും വരാൻ പാടില്ല. അവിടെ പരിശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. അതിന് യോജിക്കാത്ത ഒരു കാര്യവും നടക്കാൻ പാടില്ല. ദാമ്പത്യ വിശ്വസ്തത ജീവിതത്തിൽ മരണം വരെ ഞാൻ പാലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പര വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. സ്വശരീരത്തെ ജീവിത പങ്കാളിക്ക് വിശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടേതായ മേൽവിലാസം, നമ്മുടേതായ അഡ്രസ്സ് എല്ലാം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയുമായി ഞാൻ ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ എനിക്കൊരു അഡ്രസ്സില്ല. കാരണം ഞാൻ ഇന്ന ഭവനത്തിൽ നിന്ന് വന്നെങ്കിൽ ഈ ഭവനത്തെ വ്യക്തിയായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ വിവാഹമോതിരം, എൻ്റെ മേൽവിലാസം ഇതൊക്കെ ദൈവസന്നദ്ധിയിൽ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ദാമ്പത്യ വിശ്വസ്തത, ദാമ്പത്യ ധർമ്മം, ഇത് വിശ്വസ്തയോടെ നിറവേറ്റാൻ അതിനുള്ള ശക്തി, അതിനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് അഭിഷേകമായിട്ട് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥത നിറയില്ല. അത് അടിവരയിട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കണം. തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം: അനാദി മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൾ, നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോടുകൂടി വരികയും ചെയ്യും. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ദമ്പതികളിൽ നിലനിന്ന് അനുഗ്രഹം പ്രാപിച്ചു എങ്കിൽ ആ കുടുംബത്തിൽ എന്നുമെന്നും എന്നുമെന്നും കർത്താവിൻ്റെ സംരക്ഷണവും അത്യുന്നതൻ്റെ സംരക്ഷണവും ആ ഭവനത്തിൽ നിറങ്ങി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയണം. ഏതാണ്? തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം തിരുവചനം: അനാദി മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൾ, നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോടുകൂടി വരികയും ചെയ്യും. ഈ തിരുവചനങ്ങൾ ദമ്പതികളിൽ നിലനിന്ന് വാഴുവാൻ, അഭിഷേകത്താൽ നിറയുവാൻ ഓരോ കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എൻ്റെ കുടുംബത്തെ ഈശോ മിശിഹ സ്ഥാപിച്ചു മാറ്റി നിർത്തിയെങ്കിൽ, ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപയൊഴുകുവാൻ, ദൈവത്തിൻ്റെ കാരുണ്യം ഒഴുകുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ എനിക്ക് കൃപ തരണമേ, എനിക്ക് കൃപ തരണമേ. അതല്ലാതെ മറ്റൊന്നും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നില്ലേ നമ്മൾ, തമ്പുരാൻ കർത്താവ് എന്താ ചെയ്യുന്നേ? താലത്തിൽ വെള്ളമെടുത്ത് അരയെ വെൺകച്ചയും ചുറ്റി ദേ ഇറങ്ങുക, എല്ലാവരുടെയും കാല് കഴുകാൻ. ഈ കാല് കഴുകൽ കുടുംബത്തിൽ നടക്കണം. ശ്രേഷ്ഠരായി കാണണം, എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരുടെയും മുമ്പിൽ താഴാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ, എല്ലാവരെയും സ്നേഹിക്കാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബം ഐശ്വര്യത്തിലേക്ക് നീങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമായിട്ട് മാറണം. കൗദാശിക ജീവിതത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. കുദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കണം. കുദാശയില്ലാത്ത ഒരു ജീവിതം ക്രിസ്ത്യാനിക്ക് യോജിച്ചതല്ല. ക്രിസ്ത്യാനി നടത്തേണ്ടത്, നയിക്കേണ്ടത് വിശുദ്ധ കുർബാനയുടെ ജീവിതമാണ്. കുർബാനയുടെ ജീവിതം, കുർബാനയാണ് നിന്നെ ശക്തിപ്പെടുത്തേണ്ടത്. കുർബാനയില്ലാത്ത ജീവിതം നമുക്ക് ചേർന്നതല്ല. തിരുവചനത്താൽ ആഴപ്പെട്ട ജീവിതം, പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന, ആഴമായ ദൈവാനുഭവം പങ്കുവയ്ക്കല്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ വേണം. മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും അവർക്ക് വേണ്ടി എന്നെ തന്നെ കൊടുക്കാനും ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിൽ അഭിഷേകം നിറയുന്നു. ഈ അഭിഷേകം എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് തരുന്ന ഈ അഭിഷേകം കുടുംബത്തിൽ നിറയുവാൻ, കുടുംബം സ്വർഗരാജ്യമാക്കി മാറ്റുവാൻ, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും നീതിയും സമാധാനവും കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കുവാൻ, ആ സമാധാനത്തിന് യോജിക്കാത്ത എല്ലാ അസ്വസ്ഥതകളും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിക്കുവാൻ, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, പക, ദേഷ്യം, ഇവയെല്ലാം കുടുംബത്തിൽ നിന്നും വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് മിശിഹായുടെ ആ വലിയ സന്തോഷം, ഉദ്ധിതനായ കർത്താവിൻ്റെ സമാധാനം, സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഫലങ്ങൾ, വരങ്ങൾ, ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, ഇത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറയ്ക്കുവാൻ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. കുടുംബങ്ങളെ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദാമ്പത്യ വിശ്വസ്തതയും ദാമ്പത്യ ധർമ്മവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ, ദൈവമേ, നിന്നോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. കുടുംബത്തെ കരങ്ങളിൽ എടുക്കുകയാണ്. കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിലേക്ക് എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ ഓർക്കുക, കുടുംബജീവിതം ഭദ്രമാക്കുവാൻ, കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുവാൻ, ഈ ലോകം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയുവാനും രക്ഷയിലേക്ക് വരുവാനും ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്നുകൊണ്ട്, തിരുസഭയോട് ചേർന്നുകൊണ്ട്, സഭാമേലധ്യക്ഷന്മാരോട് ചേർന്നുകൊണ്ട്, എല്ലാ പ്രാർത്ഥിക്കുന്ന എല്ലാ ഗണത്തോടും ചേർന്നുകൊണ്ട്, ഈ സമയം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലിയുടെ യോഗ്യതകളോടും ചേർന്നുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയേ, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ നീ എനിക്കായിട്ട് മുറിയിക്കപ്പെടുമ്പോൾ, മുറിച്ചു തരുമ്പോൾ എൻ്റെ കുടുംബത്തെ നിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, മുറിയുവാൻ, മുറിച്ചു കൊടുക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്വരമുയർത്തി എന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്ക്, കരങ്ങൾ ഉയർത്തി സ്തുതിക്ക്. അഭിഷേകം കടന്നു വരട്ടെ കുടുംബത്തിലേക്ക്. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സകല വിശുദ്ധരുടെയും സംരക്ഷണം, സകല വിശുദ്ധരുടെയും സംരക്ഷണം, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ വലിയ സംരക്ഷണം എൻ്റെ കുടുംബത്തെ നിറയട്ടെ, കുടുംബത്തെ നിറയട്ടെ. കുടുംബം തിരുക്കുടുംബമായിട്ട് മാറട്ടെ, കുടുംബം തിരുക്കുടുംബമായിട്ട് മാറട്ടെ. തിരുക്കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, തിരുക്കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം പ്രത്യേകമായി അശ്വമതല ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഔസേപ്പ് പിതാവേ, എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അങ്ങയുടെ മധ്യസ്ഥം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ യാചിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.